വൈദ്യുതി നിരക്ക് വർധനയിൽ ഉപഭോക്താക്കൾ ബോർഡുമായി സഹകരിച്ചേ മതിയാകുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി 24 അടുത്ത കൊല്ലം നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച വർധന ഒഴിവാക്കാൻ ശ്രമിക്കും. KSEBയെ കുറുവാ സംഘമെന്ന് വിളിക്കുന്നവർ കർണാടകയിലേക്കൊന്ന് നോക്കണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നലെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചു. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങളൊക്കെ പലയിടങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അപ്പോഴും വകുപ്പ് മന്ത്രി പറയുന്നത് ഇത് ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടില്ല, ബോർഡിന് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം രൂപപ്പെട്ട പശ്ചാത്തലത്തിലാണ് എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഇത് കൂട്ടാൻ മാത്രമല്ല കുറയ്ക്കാനും ഞങ്ങൾക്കറിയാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മിസ്റ്റർ ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഈ ഉണ്ടായിട്ടുള്ള വർധനവിനെതിരെ ജനങ്ങളിൽ നിന്ന് സമ്മിശ്ര പ്രതികരണമാണ്. സമ്മിശ്ര പ്രതികരണം എന്ന് പറയുമ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾ അത് ഞങ്ങളുടെ ഒരു കുടുംബ ബജറ്റിനെ ബാധിക്കുമെന്നാണ് പറയുന്നത്. ആ ആശങ്ക സ്വാഭാവികമല്ലേ? ഞങ്ങളതിനൊന്നും എതിരല്ല, പക്ഷേ വേറെ വഴിയില്ല. വരവും ചിലവുമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് നമ്മുടെ പർച്ചേസ് എത്രയാണ്? നമ്മൾ 70% പുറത്തുനിന്ന് മേടിക്കുകയാണ്, 30% ഉൽപ്പാദനമുള്ളൂ. ആ 70% മേടിക്കുമ്പോൾ ചിലവ് എത്ര വലുതാണ്? പീക്ക് അവറിലൊക്കെ മേടിക്കുമ്പോൾ 5 റുപ്യ തൊട്ട് 15 റുപ്യ വരെ ചില സമയത്ത് വരും. നിങ്ങൾ വരവും ചിലവും നിങ്ങൾ നോക്കിയിട്ട് കണക്ക് പറഞ്ഞാൽ മതി ആരാണ്. അപ്പോൾ അതല്ല ഇപ്പോൾ കർണാടക നമ്മളുടെയൊക്കെ ഇരട്ടിയിലാണ് വർദ്ധിപ്പിക്കാനെന്ന് പ്രപ്പോസൽ കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെ ശരിയാകുമോ എന്നുള്ളത് സംശയമാണ്. എന്നാലും അത് മാത്രമല്ല, ഇപ്പോൾ പകൽ കമ്മിയാക്കി കിട്ടുമ്പോൾ അത് നിങ്ങളാരും പറയുന്നില്ല. പകൽ നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജ് കമ്മിയായി കിട്ടും. അത് ഉപഭോക്താക്കൾക്ക് കൊടുക്കാനാണ് 10 പൈസ അവർക്ക് ഇളവ് കൊടുത്തത്. അതേപോലെ 50 യൂണിറ്റ് വരെ ഫ്രീ, അതൊന്നും ഒഴിവാക്കിയിട്ടില്ല. അതേപോലെ 200 യൂണിറ്റ് വരെയുള്ള ആളുകൾക്കും ഒഴിവാക്കിയിട്ടില്ല. കൃഷിക്കാർക്ക് 5 പൈസ വർദ്ധിച്ചാലും അത് ബാക്കി ആ ചാർജ് മുഴുവൻ ഗവൺമെൻറ് അടയ്ക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കൃഷിക്കാർക്ക് അത് ബാധകമല്ല. ഇപ്പോൾ അടുത്ത വർഷം 12% വർദ്ധിപ്പിക്കേണ്ടി അങ്ങനെ പറയില്ല. അതല്ല, അതിൽ നമുക്ക് ചീപ്പായിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മളത് കമ്മിയാക്കിയും കൊടുക്കും. നമുക്ക് പർച്ചേസ് ഇപ്പോൾ എല്ലാവരുടെയും പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞാൽ ചീപ്പായിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മളത് കമ്മിയാക്കി കൊടുക്കാൻ തയ്യാറാകണം. പ്രതിപക്ഷം പറഞ്ഞത് KSEB ഒരു കുറുവാ സംഘമായിട്ട് മാറുകയാണെന്നാണ്. അതന്നെ, അതാണ് കർണാടകത്തിൽ അതായിരിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. കർണാടകത്തിൽ എത്രയാണ് വന്നത്? അവരുടെ പ്രതിഷേധത്തെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, കാരണം ആളുകളുടെ വികാരമാണല്ലോ പ്രതിപക്ഷം. അതെ, മറ്റ് സ്ഥലങ്ങളിലുള്ള വിലക്കയറ്റം എത്രയാണ്? ആ വിലക്കയറ്റവും കൂടി കണക്കാക്കണ്ടേ? ഇത് മേടിക്കണ്ടേ? ഇത് മേടിക്കാൻ ആരും സമ്മതിക്കില്ല. മേടിക്കാതെ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ പല കാരണങ്ങൾ കൊണ്ട് തടസ്സം പറയല്ലേ. ഹൈഡൽ പ്രോജക്റ്റ് തുടങ്ങാൻ പരിസ്ഥിതിയൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്ന് പറഞ്ഞ് തടസ്സം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് വാങ്ങിക്കാനേ പറ്റുള്ളൂ. വാങ്ങിക്കാൻ മാർക്കറ്റിൽ നല്ല മേടിക്കണം. ആ വാങ്ങിക്കുന്നത് എങ്ങനെ കൊണ്ട്? ഈ ഗവൺമെൻറ് വന്ന ശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ 80 മെഗാവാട്ട് ഉദ്ഘാടനം നടച്ചു. ഇനിയൊരു 200-250 മെഗാവാട്ടോളം കൂടി ഈ വർഷം തന്നെ ഹൈഡൽ പ്രോജക്റ്റ് ഉൽപ്പാദനം 15 വർഷം 20 വർഷം കിടന്ന പ്രോജക്റ്റുകളിലേക്കാണ് നമ്മൾ പെട്ടെന്ന് നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചത് ചെയ്യാൻ സാധിച്ചത്. അതിനുള്ള നടപടികൾ വേഗത്തിലാക്കേണ്ട. അത് വന്നാൽ നമുക്ക് കുറച്ചുകൂടി ചിലവ് കമ്മിയാക്കി, പീക്ക് അവറിൽ മേടിക്കുന്നത് കുറച്ച് കമ്മിയാക്കാൻ പറ്റും. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.